സമസ്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം.ടി. അബ്ദുള്ള മുസ്ലിയാരെ കൊണ്ടുവരാൻ മുസ്ലിം ലീഗിൽ നീക്കം. സമസ്തയിൽ പിടിമുറുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്. എന്നാൽ ലീഗ് പക്ഷത്തിനു കൂടി സമ്മതനായ കോട്ടുമല മൊയ്തീൻ കുട്ടി മുസ്ലിയാരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് മറുപക്ഷത്തിന്റെ ശ്രമം. സമസ്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പാർട്ടി നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ആളെ വെച്ച് സംഘടനയെ വരുതിയിലാക്കാനാണ് മുസ്ലിം ലീഗിന്റെ നീക്കം. ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തോടെ വന്ന ഒഴിവിലേക്ക് എം.ടി. അബ്ദുള്ള മുസ്ലിയാരെ കൊണ്ടുവരാനാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. ഇതിനായി പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെ സമസ്ത മുഷാവറ അംഗങ്ങളെ സ്വാധീനിക്കാനാണ് ശ്രമം. CIC വിഷയത്തിൽ ഇടഞ്ഞുവെങ്കിലും പൊതുവെ ലീഗ് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ് സമസ്ത വൈസ് പ്രസിഡന്റ് കൂടിയായ എം.ടി. അബ്ദുള്ള മുസ്ലിയാർ. അതേസമയം ലീഗ് സ്വാധീനത്തിലുള്ള ആൾ ജനറൽ സെക്രട്ടറി ആകുന്നത് ഒഴിവാക്കാൻ മറുപക്ഷവും കരുക്കൾ നീക്കി തുടങ്ങി. മുഷാവറ അംഗവും മുതിർന്ന പണ്ഡിതനുമായ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് മറുപക്ഷത്തിന്റെ നീക്കം. പ്രസിഡന്റ് ജിഫ്രി തങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നുവെങ്കിലും സമസ്തയിലെ ലീഗ് പക്ഷത്തിന് തള്ളിക്കളയാൻ കഴിയാത്ത ആളാണ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ജനറൽ സെക്രട്ടറിയെ ഐക്യകണ്ഠേന തീരുമാനിക്കുന്നതാണ് സമസ്തയുടെ ചരിത്രമെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓർമ്മിപ്പിച്ചു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ ശേഷം പിന്നെ സംസ്ഥയുള്ള ജമിയത്തുലമയുടെ സെക്രട്ടറി ആരാവണം, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ ഇതിലില്ലാതെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാരെ നവറുല്ലാഹു മർത്തദ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവര് പൂർവീകർക്കുള്ള ആ സ്വഭാവത്തിൽ തന്നെ അവരുടെ വഫാത്ത് വരെ അവർ ഈ സംഘടനക്ക് നേതൃത്വം നൽകുകയും ഈ സംഘടനയെ നയിക്കുകയും ചെയ്തു എന്നതൊരു യാഥാർത്ഥ്യം. പ്രമാദമായ വിഷയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകളിലും സംഘടനയ്ക്ക് ഒറ്റ നിലപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഭരണത്തിലുണ്ടെന്ന അനുകൂല സാഹചര്യം ലീഗ് ഉപയോഗിക്കുമെന്ന് മറുപക്ഷം ആശങ്കപ്പെടുന്നുണ്ട്. ലീഗ് സ്വാധീനത്തിലുള്ളയാൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് ഒഴിവാക്കാൻ മറുപക്ഷം ശ്രമം നടത്തുന്നതും ഇത് മുന്നിൽ കണ്ടാണ്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.